നല്ല സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന വിഷയം ഹിന്ദി സിനിമയിലെ എക്കാലത്തെയും ഏറ്റവും വലിയ ഹിറ്റ് സിനിമകളെക്കുറിച്ച്. കുറേ എണ്ണത്തിന് പറഞ്ഞാൽ ഏറ്റവും വലിയ ഹിറ്റുകളെക്കുറിച്ച് കുറച്ചൊരു 10-12 പടത്തിനെ കുറിച്ച് പറയാം. അതാണ് ഏറ്റവും വലിയ ഹിറ്റ്. അതിലൊന്നാണ് ഷോലെ. ഷോലെയാണ് എക്കാലത്തെയും ഏറ്റവും വലിയ ഹിറ്റ്, ഓൾ ടൈം ബ്ലോക്ക് ബസ്റ്റർ. അത് കഴിഞ്ഞാൽ പിന്നെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹിറ്റാണ് മുഗളെ ആസാം, ദിലീപ് കുമാറും പൃഥ്വിരാജ് കപൂർ അഭിനയിച്ചു. ഷോലയിലെ പിന്നെ എല്ലാവർക്കും അറിയാമല്ലോ, ധർമ്മേന്ദ്ര, അമിതാഭ് ബച്ചൻ, സഞ്ജയ് കുമാർ, അംജിത് ഖാൻ. പിന്നെ ഒരു ബ്ലോക്ക് ബസ്റ്ററാണ് കുർബാനി. ഷോലേക്കും മുഗളെ ആസാമിനും ശേഷം വരുന്ന ഏറ്റവും വലിയ ഹിറ്റാണ് കുർബാനി, ഫിറോസ് ഖാനും വിനോദ് ഖന്നയും. പിന്നെ അതിന് ശേഷമുള്ള വലിയൊരു ഹിറ്റാണ് ആരാധന, രാജേഷ് ഖന്നയുടെ. അത് ഭയങ്കര ഹിറ്റാണ് ഇതെല്ലാം കഴിഞ്ഞാൽ. പിന്നെ ഒരു വലിയ ഹിറ്റാണ് ആത്തി മേരെ സാത്തി, അതും രാജേഷ് ഖന്നയുടെ പടം തന്നെ, ബ്ലോക്ക് ബസ്റ്റർ. പിന്നെ അമിതാഭ് ബച്ചൻ്റെ മുഖദ്ദർ കാ സിക്കന്ദർ, അത് ബ്ലോക്ക് ബസ്റ്റർ. പിന്നെ അമിതാഭ് ബച്ചൻ്റെ തന്നെ തൃശ്ശൂർ, അതും ബ്ലോക്ക് ബസ്റ്റർ. പിന്നെ ദിലീപ് കുമാറും മനോജ് കുമാർ അഭിനയിച്ച ക്രാന്തി, മനോജ് കുമാറാണ് അതിൻ്റെ പ്രൊഡ്യൂസർ, ബ്ലോക്ക് ബസ്റ്റർ. പിന്നെ മനോജ് കുമാറും അമിതാഭ് ബച്ചനും ശശി കപൂർ അഭിനയിച്ച റോട്ടി കപ്പട ഓർ മക്കാൻ, ബ്ലോക്ക് ബസ്റ്റർ. പിന്നെ ഒരു വലിയ ഹിറ്റാണ് പിന്നെ കാണുന്നത് ജാക്കി ഷ്രോഫിൻ്റെ ഫസ്റ്റ് പടം ഹീറോ, അത് ബ്ലോക്ക് ബസ്റ്ററാണ്. പിന്നെ വരുന്നല്ല അനിൽ കപൂറിൻ്റെ പടമാണ്. അനിൽ കപൂറിൻ്റെ മിസ്റ്റർ ഇന്ത്യ ബ്ലോക്ക് ബസ്റ്റർ, പിന്നെ തേസാവ് ബ്ലോക്ക് ബസ്റ്റർ, പിന്നെ രാം ലക്കൻ ബ്ലോക്ക് ബസ്റ്റർ, പിന്നെ ഋഷി കപൂറിൻ്റെ കറസ് ബ്ലോക്ക് ബസ്റ്റർ. ഇതൊക്കെ ഞാനൊരു 85 വരെയുള്ളതാണ് പറഞ്ഞത്. 85 ശേഷം പിന്നെ ഇപ്പോഴത്തെ പുതിയ നടന്മാർ ഷാറൂഖ് ഖാൻ, സൽമാൻ ഖാൻ്റെ ഒന്നും ഇവിടെ പ്രതിപാദിക്കുന്നില്ല. പറഞ്ഞാൽ വലിയ വലിയ നടന്മാർ ബ്ലോക്ക് ബസ്റ്ററിനെ കുറിച്ചാണ് പറഞ്ഞത്. ഓക്കെ.